രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതാണ് ഓരോ വർഷത്തിലെയും സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28-നാണ് ശബരിമലയിലെ ആ തീഷ്ണമായിട്ടുള്ള അശനിപാതം പോലുള്ള വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. സ്ത്രീകൾ ഏത് പ്രായത്തിലുള്ളവരും ശബരിമലയ്ക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് മറക്കാൻ പറ്റുമോ? ശബരിമലയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ശബരിമല സംരക്ഷണം എന്നതിനേക്കാൾ ഉപരി സനാതന ധർമ്മ സംരക്ഷണ ദിനമാണ് ഒക്ടോബർ 2. ഗാന്ധി ജയന്തിയാണ്, അതെല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഗാന്ധി ജയന്തിക്കല്ല നമുക്ക് പ്രധാനം. ഗാന്ധി ജയന്തിയേക്കാൾ പ്രധാനമുള്ളത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണ ദിനമായിരിക്കണം ഒക്ടോബർ 2. ആ ദിവസമാണ് ആരും വിളിക്കാതെ, ആരും നിർബന്ധം ചെലുത്താതെ, നിങ്ങൾ ഇങ്ങോട്ട് വരണം, നമുക്കൊരു പ്രതിഷേധം നടത്തണം എന്നൊരു ആഹ്വാനം കൊടുക്കാതെ, അവരെവിടേക്ക് പോകണമെന്ന് ആലോചിച്ചിട്ട് പുരുഷന്മാരല്ല, സ്ത്രീകൾ, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ എത്തിയത് പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കാണ്. ഒരിക്കൽ പോലും താൻ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ശശികുമാരവർമ്മ തമ്പുരാൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വാമി, എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ പന്തളത്ത് കൊട്ടാരത്തിൽ നിന്ന് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത 50,000 60,000 അമ്മമാരാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. ആ ഒരുമിച്ച് കൂടിയതിൻ്റെ നേതൃത്വ ദിനമാണ് ഒക്ടോബർ 2. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനത്തിൽ ഒന്ന് സെപ്റ്റംബർ 28, മറ്റൊന്ന് ഒക്ടോബർ 2. സമീപകാല സംഭവങ്ങളിലേക്കും കൂടെ നോക്കിക്കൊള്ളുക. എരുമേലിൽ പൊട്ടുതൊടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിലും തീക്ഷ്ണമായ മറ്റൊരു കാര്യം അവിടെ ഉണ്ട്. ശരക്കോല് കൊടുക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ശരക്കോല് കൊടുക്കണമെങ്കിൽ ശരക്കോലിന് ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ 100 രൂപ വെച്ച് മേടിക്കും. ഒരു പാണച്ചപ്പ അവിടെ നിന്ന് ഒടിച്ചുകൊണ്ട് വരാനും ഒരു കമ്പ് ചീകിമിനിക്ക് സൂക്ഷിക്കാനും 100 രൂപ മേടിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ മനസ്സിലിടാൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് ഓരോ തീർത്ഥാടകനും ഉണ്ടാവേണ്ടത്. എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ നിന്ന് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെത്തി മിനുക്കിയ പുളിങ്കമ്പ് തന്നെ എടുക്കുക, ആ പുളിങ്കമ്പ് തന്നെ കൊണ്ടുപോവുക. അത് തന്നെ ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കില്ല, ഭയപ്പെടേണ്ടതില്ല. അവരുടെ കുത്തകയായിട്ട് സൂക്ഷിക്കുന്ന ശരക്കോൽ വിൽപ്പന നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ ഒരു വിഷമവും വിചാരിക്കേണ്ട, സാധിക്കും. പക്ഷെ വേണം എന്ന് തോന്നണം. വിഷയങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ എല്ലാ വിഷയങ്ങളും ഞാനെടുത്ത് അലക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ 2-3-4 വിഷയങ്ങൾ മാത്രം. ഒന്നാമത്തേത്, വീട്ടിലെല്ലാവരും 41 ദിവസത്തെ വ്രതമെങ്കിലും പൂർണ്ണമായിട്ടും എടുക്കണം. അങ്ങനെ എടുത്താൽ ഇവിടുത്തെ മത്സ്യമാംസ വ്യവസായ മേഖലയിൽ വരുന്ന ഒരു മാറ്റം, 41 ദിവസം കൊണ്ട് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും, ഒരു സംശയവും വേണ്ട. രണ്ടാമത്തേത്, ഈ 41 ദിവസത്തെ വ്രതം എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇവിടുത്തെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്ക് 2 ദൈർഘ്യമുള്ള വ്രതം ഉണ്ട്. 51 നൊയമ്പ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒരു നൊയമ്പ്. ഇത് രണ്ടും അവർ അനുഷ്ഠിക്കുന്നു. നമ്മുടെ ഇതൊന്നുമില്ലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഏകാദശി എവിടെയാണ്? പ്രദോഷം എവിടെയാണ്? ബുധനും ശനിയും ഒരിക്കൽ നോക്കേണ്ടുന്ന ദിവസങ്ങൾ അതെവിടെയാണ്? ഇതെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ ഇതിനൊന്നും നോക്കാൻ നമ്മൾ തയ്യാറല്ല. കുറച്ചുകൂടി ആചാരപരമായി, കുറച്ചുകൂടി വിശ്വാസപരമായി, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ സനാതന ധർമ്മിയാണ്, ഞാൻ ഭാരതത്തിൻ്റെ പുത്രനാണ്, ഈ രാജ്യം എൻ്റേതാണ് എന്ന് ബോധ്യം വരുമ്പോൾ വരണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കുന്നു? നമ്മുടെ കുട്ടികളിൽ എത്ര പേര് 30 ദിവസം ഉമിനീര് പോലും ഇറക്കാതെ തുപ്പിക്കൊണ്ട് കിടക്കുന്നു? എന്താ? എൻ്റെ കൂട്ടുകാരെല്ലാം അവരാ, അത് കാരണം ഞാനും. ഇത് നാണമാവില്ലേ? ഒന്ന് ഓർത്തു നോക്കുക. വ്രതം എന്ന് പറഞ്ഞാൽ അതിനടിസ്ഥാനം വേണം. പകല് മുഴുവനും വ്രതം, രാത്രി മുഴുവൻ തീറ്റ എന്നുള്ളതല്ല വ്രതം. നമ്മളെടുക്കുന്ന വ്രതത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക, മനസ്സിലാക്കി നോക്കുക.
അപ്പോൾ മനസ്സിലാകും സനാതന ധർമ്മത്തിൻ്റെ ഉള്ളിലുള്ള മഹത്തായ പാരമ്പര്യങ്ങളെക്കുറിച്ച്, വ്രതങ്ങളെക്കുറിച്ച്. കുട്ടികളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പറയും. രവിവാര പാഠശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാരമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ബാലഗോകുലം എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ ഇത്ര കാലമായി, 14 കൊല്ലമായില്ലേ നമ്മളെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും സംഭവിച്ചു? ആരെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചു? ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ സനാതന ധർമ്മികളാണ് എന്ന് പറയാനുള്ള ആർജവം, തൻ്റെ ഇടം, ഞാനൊരു ഹിന്ദുവാണ് എന്ന കാര്യത്തിലുള്ള അഭിമാനം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. ഭാരതത്തിലല്ല, ലോകത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ സാധിക്കുന്നതും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതും ശബരിമല മാത്രമേ ഉള്ളൂ എന്ന സനാതനമായ സത്യം കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുക. ഞാനും നീയും ഒന്നാണ്, തത്വമസി, അത് വ്യക്തമാക്കുന്നു. 18-ാം പടിയുടെ മഹാത്മ്യം അതും ഇതൊക്കെ പറയാൻ പോയാൽ ഇനി സമയം വേണം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഗുരുസ്വാമി ഉണ്ടെങ്കിൽ ആ ഗുരുസ്വാമിയോട് മാസത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടാൻ തയ്യാറായി ഈ തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. അറിവിൻ്റെ കാര്യത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കാൻ ഇടവരാതെ ഓരോന്നും ശേഖരിക്കാൻ തയ്യാറാവണം. എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും എന്നും ഉറച്ചൊന്നുറക്കെ വിളിക്കുവിൻ. കരളുരുകിയൊന്നു വിളിച്ചെങ്കിലൻ പുരാൻ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളം ആരെയും. അതാണ് അയ്യപ്പസ്വാമി. അതുകൊണ്ട് ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ശാന്തിമന്ത്രത്തോടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ പറഞ്ഞതിലോ നിങ്ങൾ ധരിച്ചതിലോ ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഭാഗമോ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയ ഭാഗമോ ഉണ്ടെങ്കിൽ അതൊന്നും സ്വന്തമായിട്ട് എടുക്കേണ്ട. ശരിയെന്ന് തോന്നുന്നതും സത്യമാണ്, അതനുസരിക്കാവുന്നതാണ് എന്ന് തോന്നുന്ന ഭാഗവും ഉണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾക്ക് സ്വന്തം, അല്ലാത്തതെല്ലാം ഞാനിങ്ങെടുത്തു ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.